എൻ്റെ പച്ചക്കറികൾ കുറച്ച് നല്ല തൈകൾ വാങ്ങിയതാണ് രുചിര ഡാണാപ്പടി പോയിട്ട്. പക്ഷേ ഇതെല്ലാം എന്തോ കടിച്ച് വൃത്തികേടാക്കി. നിറയെ മുഞ്ഞയും ചാഴിയൊക്കെ ഇട്ടത് കണ്ടില്ലേ? എത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്ന മുഴുവൻ ഇലയെല്ലാം പുഴു തിന്നുമോ. പയറിനൊന്നും ഒരു ജീവനില്ലാത്ത പോലെ. ഒന്നും കുഴപ്പമില്ല. കാന്താരി മുളക് ഇതൊക്കെ ആയി വരുന്നുണ്ട്. തക്കാളിയും കുഴപ്പമില്ല. ഒരു ഗ്രോ ബാഗിൽ 2 എണ്ണം വെച്ചിട്ടങ്ങ് വെച്ചേക്കുന്നത്. ഇതും കുഴപ്പമില്ല. ഇതിപ്പോൾ വെച്ചിട്ടൊരു 10 ദിവസമായി. വാങ്ങി വെച്ചതാണ് 10 ദിവസമായി. 2, 4, 6 മൂട് തക്കാളി. വെണ്ടയും കുഴപ്പമില്ല. ഇതേതോ ഒരു പുതിയ ഇനത്തിൽപ്പെട്ട കാളക്കൊമ്പനോ അങ്ങനെ എങ്ങാണ്ട് എന്തോ ആണ് പറഞ്ഞത്. ഇതിൻ്റെ ഇലയിലും എന്തോ ഒരു കീടമുണ്ട്, കണ്ടോ? നല്ല ഇനി സ്യൂഡോമോണസ് അടിക്കണം, വളവും ഇട്ട് കൊടുക്കണം. മെയിനായിട്ട് ഞാൻ ഇതിന് കൊടുക്കുന്ന ഫാക്ടംബോസ് മാത്രമാണ്. വളമായിട്ട് കൊടുക്കുന്നതെല്ലാം ഫാക്ടംബോസാണ്. പിന്നെ അടുക്കളയിലെ മാലിന്യമെല്ലാം ഒരു കമ്പോസ്റ്റ് പെട്ടിയുണ്ട്, അതിനകത്ത് ഇട്ട് വെക്കും ചകിരിച്ചോറുമായിട്ട്. അപ്പോൾ അതൊരു മാസം കഴിയുമ്പോഴത്തേക്ക് വളമാകും. ഇതിൻ്റെ എല്ലാ അടിയിലും അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കോളിഫ്ലവറാണ്, പക്ഷേ ഇതിനൊരു ജീവനില്ല. വഴുതനയൊന്നും കുഴപ്പമില്ല. വഴുതനയൊക്കെ ഒരു 6 മൂട് വഴുതനയുണ്ട്. വഴുതനയൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് വന്നിരിക്കുന്നു. എന്താണോ എന്തോ. ഇത് നേരത്തെ വാങ്ങി നട്ട വെള്ളക്കാന്താരിയാണ്. നിറയെ ഉണ്ടായിരുന്നു, ഒരുപാട് പിടിച്ചത്. ഇതെല്ലാം ഞാൻ ഹരിപ്പാട്ട് ഡാണാപ്പടി രുചിനെന്നാണ് വാങ്ങി വെക്കുന്നത്. നല്ല വിത്ത്. അവിടെ വിത്തായാലും തൈ ആയാലും നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം, നല്ലതാണ്. നമുക്ക് നഷ്ടമില്ല, പൈസയ്ക്ക് നഷ്ടം വരില്ല. ഇതിപ്പോൾ കാണുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുക്കള സൈഡാണ്. ഇവിടെയാണ് ഇങ്ങനെ ഗ്രോ ബാഗിൽ ഓരോ സാധനം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ കാന്താരി അച്ചാറിടാൻ വാങ്ങിച്ച കാന്താരി ചിലതൊക്കെ ചീഞ്ഞ് പോയി ഇവിടെ എത്തുമ്പോഴത്തേക്ക്. അത് കോന്നിന്നും പിന്നെ ഒരു മാർത്താണ്ഡം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ചീഞ്ഞ സാധനം എല്ലാം കൂടെ ഒരു ഗ്രോ ബാഗിൽ ഇട്ട് വെച്ചത്. നട്ട് കിളുത്തൊന്നുമല്ല, പക്ഷെ അത് കിളുത്ത് വരുന്നുണ്ട്. പിന്നുള്ള മെയിൻ താരങ്ങളാണ്. ഇത് പഞ്ചായത്തിൽ നിന്ന് ഒരു 5 കോഴിയെ കിട്ടിയായിരുന്നു. അതിൽ 2 എണ്ണം ചത്തുപോയി. ഒരെണ്ണത്തിനെ പട്ടി പിടിച്ചുകൊണ്ട് പോയി, ഒരെണ്ണത്തിന് എന്തോ സൂക്കേട് വന്ന് ചത്തുപോയി. അവളുമാരേത് ഇവൾക്ക് കൂടുണ്ട്, പക്ഷെ പകൽ സമയത്ത് മണ്ണിനകത്തായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു നെറ്റും കൂടി വെച്ച് കൊടുക്കും. ഇതാണ് ഓരോരുത്തർക്കും ഓരോ പേരാണ്. ഇത് കറുമ്പി, വണ്ണമുള്ളവൾ പൂവി, ഈ കൊച്ചുവണ്ണ് ടാട്ടു. പാവങ്ങൾ എല്ലാ ദിവസവും മുട്ട കിട്ടും. ഇതാണ് കോഴിക്കോട്. പക്ഷേ അവളമാരെ ഇതിനകത്ത് കിടക്കത്തില്ല, അവർക്ക് ഇഷ്ടമല്ല. ഈ പറമ്പ് മുഴുവൻ വാഴയാണ്. എത്ര മൂടുണ്ടെന്നറിയാവോ? ഒരുപാട്. എനിക്കൊന്നൊരു 100-150 മൂട് വാഴ മാത്രമുണ്ട്. പിന്നെ ബാക്കി മുഴുവൻ തെങ്ങ. കാണാൻ പറ്റുന്നുണ്ടോ? നിറയെ മാവ്. കുറച്ച് മാവൊക്കെ ഒരു 4-5 മൂട് മാവൊക്കെ വെട്ടിക്കളഞ്ഞു. ഒത്തിരി മാവുണ്ടായിരുന്നു. പിന്നെ ഒരു മൂട് ജാതി ഇങ്ങനെ ആശിച്ച് മോഹിച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അത് ബഡ് തൈയൊന്നുമല്ല. തിരുവല്ലയിൽ പോയപ്പോൾ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്ന ഒരു മൂട് ജാതിയാണ്. 5-6 മൂട് വെച്ചു, പക്ഷേ ബാക്കിയെല്ലാം പോയി. ഈ ഒരൊറ്റ മൂട് മാത്രം കിളുത്തു. 2 വർഷമായതാണ്. വളമൊന്നും പ്രത്യേകിച്ച് ഇട്ട് കൊടുക്കാറില്ല. ഈ കോഴിക്കാഷ്ടം മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ. പിന്നെന്നുള്ളത് കുറച്ച് ചെടികളാണ്. കുറേ ചെടികളൊക്കെ പോയി. ഇനിയിപ്പോൾ വീണ്ടും ഞാൻ കിളിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞില്ലേ വാഴയാണ്. ഇതൊക്കെ ഹരിയുടെ അച്ഛൻ്റെ കലാപരിപാടികളാണ്. പുള്ളി ഒരിടത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പല്ല. അപ്പം മുഴുവൻ വാഴയാണ്. പെരയുടെ സൈഡിൽ വരെ വാഴ. ഇനി എവിടെ വാഴ വയ്ക്കാൻ സ്ഥലമൊന്നും അറിയില്ല, വെക്കുമായിരിക്കും. ഉണ്ടോ? മുഴുവൻ വാഴ, തെങ്ങ്,
ഇതിനകത്ത് മെയിൻ വാഴയും തെങ്ങും തന്നെ, അതിൻ്റെ ഇടയിൽ ഓരോ സാധനങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ പിന്നെ ഞാനൊരു 4 വർഷമായിട്ട് കിളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. നേരത്തെ ഇവിടെ കൂടെ ഒറ്റ ചെടി പോലും ഇല്ലായിരുന്നു, ഒരു ചെടി പോലും. 2-3 മൂട് തുളസി അല്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു. ഇതെല്ലാം ഞാൻ നാട്ടിൽ വന്ന ശേഷം വെച്ച് കിളിപ്പിക്കുന്നത്. ഇത് ഓർക്കിഡാണ്. ഇത് വീട്ടിൽ നിന്ന് വള്ളംകുളത്ത് നിന്ന് എടുത്തിട്ട് വന്ന് അമ്മയുടെ ചെടി കുറച്ച് എടുത്തിട്ട് വന്ന് അതിങ്ങനെ മരത്തേലിങ്ങനെ തൊണ്ടും കൂടി ചേർത്ത് വെച്ച് കെട്ടി വെച്ചിരിക്കുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല, ഒന്നും സ്പ്രേ ചെയ്യാറൊന്നുമില്ല പൂക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഇവത്തെ തന്നെ നിന്ന് ഇവത്തെ തന്നെ പൂവായിക്കോളൂ. പിന്നെ ഈ ഇരിക്കുന്ന ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ തായ്ലൻഡ് വെറൈറ്റി, അതൊക്കെ ഞാൻ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ച് കിളിപ്പിക്കുന്നത്. ഇതിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. ഒരു ചെറിയ പ്ലാന്റ് ഇല്ലാതെ തന്നെ ഏതാണ്ട് 250-350 രൂപ റേഞ്ചിലാണ്. ഇത് പക്ഷേ ബോൾസ്, ചൈനീസ് ബോൾസ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ അങ്ങനെ കുത്തുന്നതാണ് കിട്ടുന്നതനുസരിച്ചിട്ട്. ഇതിപ്പം ഈ അടുത്തിടെ ഒരു 6 മാസം മുന്നേ വാങ്ങിയതാണ്, ഇപ്പോഴത് പൂത്തത്. നല്ല ഭംഗിയുണ്ട്. ഇതിൽ തായ്ലൻഡ് വെറൈറ്റിയാണ്, സുന്ദരിയ. ഇതൊക്കെ കിളുത്ത് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഇത് വൈറ്റും അല്ല വയലറ്റും അല്ലാത്ത ഒരു കളറാണ് കേട്ടോ, കണ്ടില്ലേ? ഇതിനൊക്കെ തായി കുറേ ആൾക്കാർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ബോഗൺവില്ലയൊക്കെ പൂത്ത് വരുന്നതേ ഉള്ളൂ. ബോഗൺവില്ലയൊക്കെ പൂക്കുന്ന സമയമാകുന്നല്ലേ ഉള്ളൂ. ഇതൊക്കെ ഇതിനി വളം ഇട്ട് കൊടുക്കണം. എല്ലാത്തിനും ഞാൻ ഫാക്ടംബോസ് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ, വേറെ ഒന്നും ഇട്ട് കൊടുക്കാറില്ല. മാസത്തിലൊരിക്കൽ ഫാക്ടംബോസ് ഇട്ട് കൊടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഈ പെരയ്ക്കകത്ത ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉണ്ട്, ഉള്ളി അരിക്കുന്ന സാധനങ്ങളും ഒക്കെ, അതൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ഇവിടെ തെങ്ങൊക്കെ നിൽക്കുന്നതുകൊണ്ട് തേങ്ങയും ഒക്കെ വീണിട്ട് ചട്ടിയൊക്കെ കുറച്ചൊക്കെ പൊട്ടി. ഇതൊക്കെ പഴയ നമ്മുടെ ബോൾസാണ്. ഒത്തിരി മിറ്റത്തുണ്ടായിരുന്നു, എല്ലാം ഞാൻ പിഴുത് കളഞ്ഞു. എന്തോരം കാട് പോലെന്നറിയോ. ഇതൊരു വെറൈറ്റി റോസ്, പക്ഷേ ഇതിൻ്റെ ഇലയെല്ലാം എന്തോ ഒരു ജീവി കഴിച്ചിട്ട് മുഴുവൻ ഇല അങ്ങ് പോവാം. കണ്ടില്ലേ? ഇത് മരുന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് അടിക്കാൻ, ഇനി എല്ലാം അടിക്കണം. ഇതൊക്കെ ഓരോ കളറിലെ ഓർക്കിഡ് ഓരോരുത്തരത്തു നിന്നും വാങ്ങിച്ച് വെക്കുന്നത്. അന്യായ വിലയാണ് പലരും വാങ്ങിക്കുന്നത്. ഇതൊക്കെ ഇതായിരുന്നു ഇത് മോളുടെ ഒരു ടീച്ചർ തന്നതാണ്. ടീച്ചറെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് തന്നതാണ്. കൊള്ളാം. ഇതൊക്കെ പിന്നെ ചൈനീസ് ബോൾസൊക്കെ ഇതുപോലെ കുപ്പി മുറിച്ചിട്ട് അതിനകത്ത് നട്ട് വെച്ച് കിളിപ്പിക്കും. തണ്ടായി കഴിയുമ്പം മാറ്റി എവിടെയെങ്കിലുമൊക്കെ വെക്കും. എൻ്റെ കയ്യിൽ കുറേ വെറൈറ്റി ഉണ്ട്, ഒരു 8-9 അല്ല അതിൽ കൂടുതലുണ്ട് ഇതേപോലത്തെ വെറൈറ്റി ഉള്ളത്. പിന്നെ ഇതൊരു ഓർക്കിഡാണ് വാങ്ങി വെച്ചതാണ്, പക്ഷെ അതങ്ങ് പോയി. കിളുത്ത് വരുമായിരിക്കും. അതിന് ബൾബുണ്ട്. അതിനകത്ത് കുറച്ച് ബ്ലാത്താങ്കര ചീരയുടെ തൈ, കുറച്ച് തൈയല്ല അരി കുറച്ചുണ്ടായിരുന്നു, അതിനകത്ത് വെറുതെ ഇട്ടതാണ്. കിളുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ചൈനീസ് ബോൾസം. ഇതൊക്കെ ഓരോരോ വെറൈറ്റികളാണ്. ഈ റോസയുടെ ഇല എന്തോ തിന്നുന്നുണ്ട്, ഇത് ഉണങ്ങിപ്പോകുന്നു. ഇതെല്ലാം ഇനി വെട്ടി ശരിയാക്കണം. ഇത് ഈ അടുത്തിടെ എനിക്ക് കിട്ടിയതാണ്. അത് കിളുത്ത് വരുന്നുണ്ട്, പക്ഷേ വെയിലത്ത് വെക്കാൻ പറ്റത്തില്ല. വെയിലത്ത് വെച്ചാൽ പോക്കാം, കൊണ്ട് മാറ്റി. ഇതൊക്കെ പണ്ടേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ചെടിയാണ്, ഒത്തിരി എടുത്ത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വീട്ടിൽ പോകുമ്പോൾ അമ്മയുടെ കളക്ഷനാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ കുറച്ച് ചെടികളുണ്ട്, അവിടുന്ന് ഒട്ടുമിക്കതും വീട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ട് വന്നതാണ്. ഈ ഗ്രൗണ്ട് ഓർക്കിഡ്സൊക്കെ ഉള്ളൂ ഞാനിങ്ങനെ വാങ്ങി വെക്കുന്നത്, ബാക്കിയെല്ലാം. ഇതൊരു നല്ല നാടൻ റെഡ് റോസയായിരുന്നു. അപ്പോൾ മുളകൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ മുളകിൻ്റെ അരി വരും, അപ്പോൾ അത് കുറച്ച് വേസ്റ്റായിട്ട് വരുന്നതെല്ലാം ഞാൻ ഇതിൻ്റെ മൂട്ടി കൊണ്ടിട്ടിട്ട് അതങ്ങ് കിളുത്തു. പക്ഷേ എൻ്റെ റോസ ഉണങ്ങിപ്പോയി. ഇത് പീസ് ലില്ലി എന്ന് പറഞ്ഞിട്ടൊരു ചെടിയാണ്, പക്ഷെ പൂവില്ല. പിന്നെ ഇതുപോലെ അതായത് ഈ ചെറിയ നമ്മൾ അരിപ്പൊടിയൊക്കെ വാങ്ങിക്കുന്ന കവറിനകത്ത് ഇതുപോലെ റോസയൊക്കെ വെട്ടി വെച്ച് കിളിപ്പിക്കുക. റോസയൊക്കെ കിളുത്ത് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതും ഈ അടുത്തിടെ വാങ്ങി വെച്ചതാണ്. ഇത് ചട്ടി അങ്ങ് പൊട്ടിപ്പോയായിരുന്നു, തേങ്ങ വീണത്. പിന്നെ ഇതൊക്കെ ചൈനീസ് ബോൾസ് ഇതുപോലെ ഞാൻ മാറ്റി മാറ്റി വെക്കും. കുഞ്ഞു കുഞ്ഞു കവറിനകത്തും ഇതുപോലെ റോസ ആയാലും ബിഗോണി ആയാലും എല്ലാം ഇങ്ങനെ മാറ്റി വെക്കും.
ഇതൊരു വേറൊരു വെറൈറ്റി കേട്ടോ. ഇതും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന, പക്ഷേ വീട്ടിൽ കിളുത്ത് നിൽക്കുന്ന പോലെ ഇവിടെ കിട്ടുന്നില്ല. എന്താണോ എന്തോ അറിയില്ല. 2 മൂട് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊരു കാന്താരി, ഇത് കാന്താരിയാണ്, പച്ചക്കാന്താരിയാണ്, നാടന്. അപ്പോൾ അവിടെ ഒരു വിത്ത് വീണ് കിളുത്ത് വന്നതാണ്. ഇതും ഒക്കെ ഓർക്കിഡ് തന്നെയാണ്, ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെയാണ്. ഇത് അന്തൂറിയോ, റെഡ് അന്തൂറി. ഇതൊക്കെ ഓരോരോ വെറൈറ്റിയാണ്. ഇത് പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ കാട് കൂളുകൾ തീക്കുന്ന ഒരു ചേമ്പിയടി, അത് എടുത്ത് ചട്ടിക്കകത്താക്കിയത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നക്ഷത്ര ചെടിയാണ്. അതിൻ്റെ മൂട്ടിൽ ഒരു കാന്താരി കിളുത്തായിരുന്നു. അപ്പം ഞാൻ പറിച്ചൊന്നും മാറ്റി വെച്ചില്ല, അവിടെ തന്നെ അങ്ങ് നിൽക്കട്ടെ എന്ന് കരുതി. ബിഗോണിയാണ്. ഇത് 2-3 എണ്ണം ഞാൻ ഒരു ചട്ടിക്കകത്ത് ഇങ്ങനെ കുത്തി വെച്ചത്. എന്തായാലും അങ്ങ് കിളുത്തു. ഇതൊരു വെറൈറ്റിയാണ്. ഇതൊരു വെറൈറ്റി ബിഗോണിയാണ്. പക്ഷേ ഇത് പിടിപ്പിച്ചെടുക്കാൻ ഭയങ്കര പെട്ടെന്ന് നാശപ്പെട്ടു പോകും ഈ ബിഗോണിയ. ഇത് വേറൊരു വെറൈറ്റി. ഇത് ഡാർക്ക് വയലറ്റിലെ ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇതിനൊക്കെ ഇട്ട് കൊടുക്കുന്നതുണ്ടല്ലോ, പെരയ്ക്കകത്തെ വേസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ തേയിലച്ചണ്ടിയും പിന്നെ മുട്ടത്തോടെ നമ്മുടെ പഴത്തൊലി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉള്ളൂ. ഇതും വാങ്ങി വെച്ചാണ്. ഇത് ഏത് കളറാണോ എന്തോ, പക്ഷെ അത് അങ്ങ് പോയായിരുന്നു. പക്ഷെ ഇപ്പോൾ കിളുത്ത് വരുന്നുണ്ട്. ഇത് ചൈനീസ് ബോൾസമാണ്. ഇതൊക്കെ ഇത് ബോഗൺവില്ലയാണ്, വയലറ്റാണെന്ന് തോന്നുന്നു. 2-3 ടൈപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ചട്ടിയൊക്കെ, മീൻ ചട്ടിയൊക്കെ പൊട്ടത്തില്ല, നമ്മൾ അവിയലൊക്കെ വെക്കുന്ന ചട്ടി. ആ ചട്ടിയൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ, അടിയൊക്കെ പിടിച്ച് കയറി പൊട്ടിക്കഴിയുമ്പോൾ അത് ഇതുപോലെ മണ്ണിട്ട് ഞാൻ ഇതുപോലെ ചൈനീസ് ബോൾസം എടുത്ത് വെക്കും. ഇത് കഴിഞ്ഞ വർഷം അമ്പലത്തിലെ ഉത്സവത്തിന് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്കിതിന് ഇത്ര ചെടിക്ക് നല്ല വളം വേണം. ഞാൻ അതിന് വളം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ പോയിട്ടില്ല സംഭവം. 25 രൂപയ്ക്ക് ഒരു തൈ കിട്ടത്തില്ലേ, കൊച്ച് നിറച്ച് പൂവാവും. ഇത് തെറ്റിയാണ്. ഇതും വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്ന അമ്മയുടെ കളക്ഷനാണ്, വള്ളംകുളത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ചൈനീസ് ബോൾസ്. ഇത് തെറ്റിയാണ്. ഇത് ഭദ്രകാളി തെറ്റി എന്ന് പറഞ്ഞു, നല്ല ഡാർക്ക് കളറിലെ തെറ്റിയാണ്. ഡാർക്ക് കളർ അല്ലേ ഭദ്രകാളി തെറ്റി. അത് ചട്ടിക്കകത്ത് വളർത്തിയിരിക്കുന്നു. ചട്ടി ഇതെല്ലാം ഒട്ടമിക്കുന്നതും ചട്ടിക്കകത്ത് തന്നെയാണ്. ഇത് നല്ലൊരു വെറൈറ്റി, പക്ഷെ പൂവില്ല ഇപ്പം. ഇത് വേറെ തന്നെ. ഇതും ബിഗോണിയുടെ ഇത് ഈ ടൈപ്പിൽ തന്നെ വരുന്നതാണ്. ഇത് ബോഗൺവില്ലയാണ്. ഇത് വയലറ്റ്. ഇതൊരു വെറൈറ്റി, വേറൊരു വെറൈറ്റി ഉണ്ട്. പിന്നെ ഇത് പിന്നെ ഈ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഇഞ്ചിയൊക്കെ ഇല്ലേ, ഇഞ്ചിയുടെ മൂട് വെട്ടുന്നതും അങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ ഇട്ട് വെച്ച് കിളിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ചിലതൊക്കെ മണ്ണിനകത്ത് കുത്തി വെച്ചിട്ടുണ്ട് വേര് പിടിക്കാൻ വേണ്ടിയിട്ട്. കവറിൽ വെക്കുന്നതിന് പകരം വേര് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുത്തി വെച്ചിരിക്കുന്ന ഇതൊക്കെ. ഇതും ബിഗോണിയ, വേറൊരു ടൈപ്പ് ബിഗോണിയ. നല്ല രസമാണ് ബിഗോണിയ പൂത്ത് നിൽക്കാൻ. ഇതും റോസയാണ്. റോസയൊക്കെ അങ്ങ് പോയി. ഒരു ടൈപ്പ് പുഴു വന്ന് തിന്ന് മുഴുവൻ അങ്ങ് റോസ പോയി. ഇതാണ് നല്ല വൈറ്റ് കളറിലെ റോസ. പക്ഷേ ഇത് കഴിഞ്ഞ മഴ സമയത്ത് വെള്ളം കെട്ടി നിന്നിട്ടാണ് ഇതെല്ലാം ഉണങ്ങിപ്പോയത്. ഇപ്പം ഞാൻ വേറെ ഇത് വെച്ച് കിളിപ്പിക്കുന്നുണ്ട്, കമ്പ് കുത്തി വെച്ച് കിളിപ്പിക്കുന്നുണ്ട്. ഇത് സ്പ്രിംഗ് ഒണിയനാണ്. ഞാൻ നമ്മുടെ ഉള്ളി വെച്ച്, ഇപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്പ്രിംഗ് ഒണിയൻ വേണ്ടേ, ചിലപ്പോൾ കടയിൽ കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഉള്ളി വെച്ച് കിളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് സ്പ്രിംഗ് ഒണിയന് വേണ്ടിയിട്ട്. നല്ല രസമല്ല. ഇതും ചൈനീസ് ബോൾസുമാണ്. ഇത് മുമ്പേ കാണിച്ച ചെടിയുടെ വേറൊരു തയ്യാണ്. ഇതിൻ്റെയൊക്കെ മൂട്ടി ഞാൻ ചൈനീസ് ബോൾസ് ഇങ്ങനെ ഒടിച്ചു കൂത്തി വെക്കും.
ഇതും ബിഗോണിയ. ഇത് റെഡ് കളറിലെ ബിഗോണിയ, നല്ല റെഡ് കളറിലെ ബിഗോണിയ. ഇത് ഒരു ചിക്കുണ്ട്. ഒരു 3-4 വർഷം മുന്നേ, 4 വർഷം മുന്നേ തിരുവല്ലയിൽ പോയപ്പോൾ അവിടുന്ന് വാങ്ങി വെച്ചത്. എന്തായാലും കാ പിടിച്ചിട്ടുണ്ട് നിറയെ ചിക്കു. ഇതും ബിഗോണിയ തന്നെയാണ്. ബിഗോണിയയുടെ വേറൊരു ഇത്, പക്ഷെ അത് പെട്ടെന്ന് വെള്ളം വീണ് ഇത് ഒരു ഇലച്ചെടിയാണ്. അതും ചൈനീസ് ബോൾസം വാങ്ങി വെച്ചിരിക്കുന്നത്. ഇതും ബിഗോണിയാണ്, വേറൊരു ടൈപ്പ് ബിഗോണിയ. അതിൻ്റെ പൂവ് ഇതേ കളർ. ഇതും ബിഗോണിയ. ഈ പ്ലാന്റിൻ്റെ പേരെനിക്കറിയത്തില്ല. റെഡ് കളറിലെ പൂവ്, പക്ഷെ നന്നായിട്ട് സീസണിലാണ് ഇത് നന്നായിട്ട് പൂക്കുന്നത്. ഇതും ബിഗോണിയ തന്നെയാണ്. പിന്നെ അവിടെ ഒരു റെഡ് കളറിലെ ഡാർക്ക് റെഡ് അന്തൂറിയം വെച്ചിട്ടുണ്ട്. ഇത് മീൻചട്ടിക്കകത്ത് വെച്ചിരിക്കുന്ന ബോൾസവാണ്. ഇത് റെഡ് കളറിലെ ബോൾസവ കളർ. പിന്നൊരു കളർ ഇത്. പിന്നൊരു ചെമ്പകം കൂടുണ്ട് ഇവിടെ. പിന്നൊരു കൊന്നയൊക്കെ ഞാനത്, പക്ഷേ ഇപ്പം അങ്ങ് റോഡിലോട്ട് പോയി. കൊന്ന വെക്കണം. ഇത് വേറെ ഇത് ഇഞ്ചി. ഈ ഇഞ്ചി വെട്ടുന്നതിൻ്റെ ബാലൻസ് വരുന്നതൊക്കെ കൊണ്ടിരുന്നത് അതിനകത്ത് തന്നെ നിന്നങ്ങ് കിളക്കുന്നതാണ്. ഇഞ്ചി എടുത്ത് കളഞ്ഞൊന്നുമില്ല അതിനകത്ത് നിന്ന് കിളക്കട്ടെ. ഇത് പിന്നെ ഡാലിയായിരുന്നു, പക്ഷെ അതങ്ങ് പോയി. ഇത് വെള്ള കളറിലെ തെറ്റി കേട്ടോ, വെയിൽ കാരണം മുഴുവൻ പോയി. ഇത് വെള്ളയാണ്. ഇതും റോസ. ഇത് മഞ്ഞ കളറിലെ തെറ്റി, അതും പോയി, പൂവെല്ലാം പോയി. ഇതും റോസ തന്നെയാണ്. പിന്നെ ഇതും റോസ തന്നെയാണ്. ഇതൊക്കെ നാടൻ റോസുകളാണ്. 10 മണി പൂവ്. പിന്നെ ഇവിടെ ഒരു കറ്റാർവാഴ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു പനിക്കൂർക്ക വെച്ചിട്ടുണ്ട്. ജെറബറ, റെഡ് കളറുള്ള ജെറബറ. ഒരു മാരിഗോൾഡ് കളറുണ്ട്, പക്ഷെ അത് പൂത്തിട്ടില്ല. ഇത് വേറൊരു കളർ. ഇതെല്ലാം ഈ വെയിൽ ഭയങ്കരമായ കാരണമേ ഇലയെല്ലാം കരിഞ്ഞു. ഇതും ഗ്രൗണ്ട് ഓർക്കിഡ്, അതും വാങ്ങി വെച്ചതാണ്. ഇത് വൈറ്റ് കളറിൽ.
ഇതൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡാണ് എല്ലാം. ഈ ഭാഗം എല്ലാം ഗ്രൗണ്ട് ഓർക്കിഡ് വെച്ചിരിക്കും. ഇതിൽ ഒരു മൂട് റോസ് കളറിലെ നാടൻ റോസ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെയാണ്. ഇതും വെറൈറ്റിയാണ്, ഒരു വെറൈറ്റിയാണ്. ഇതും വാങ്ങി വെച്ചത്. ഇതും വേറൊരു വെറൈറ്റി. ഇതിൻ്റെ ഇടയിൽ ഒരു കാന്താരി വെച്ചിട്ടുണ്ട്. അത് നിറയെ കായുണ്ട് കേട്ടോ. ഇതും വയലറ്റ്. പിന്നെ ഒരു വെള്ള കളറിലെ ജമന്തി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. അത് കിളുത്ത് വരുന്നതേ ഉള്ളൂ. പക്ഷേ അത് മുഞ്ഞ മാതിരി എന്തോ ഒരു സാധനം, നിറയെ കീടങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.